VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജി തമ്പി, ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. വലിയ ഗുരുതരമായ ആരോപണങ്ങൾ സർക്കാർ നേരിടുന്നു, ദേവസ്വം ബോർഡുകൾ നേരിടുന്നു. ഈ ഘട്ടത്തിലല്ലേ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി VHP നൽകിയിരിക്കുന്നത്? ഇന്ന് ഹൈക്കോടതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഹർജി നൽകിയിട്ടുണ്ട്. അത് ശബരിമല വിഷയം മാത്രമല്ല, കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് കീഴിൽ വരുന്ന അമ്പലങ്ങളിലും എല്ലാ അമ്പലങ്ങളിലെയും ഇതുവരെയുള്ള ഒരു ഇൻവെന്ററി, ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തണം. മാത്രമല്ല, ഇതിലെല്ലാ തട്ടിപ്പും വെട്ടിപ്പും കേന്ദ്ര ഏജൻസിയായ CBI കൊണ്ട് കൃത്യമായി അന്വേഷിപ്പിക്കണം. അതുപോലെ കേന്ദ്രത്തിലുള്ള ഒരു ഓഡിറ്റിംഗ് ടീമിനെ കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളുടെയും ഇൻവെന്ററി, കിട്ടിയിട്ടുള്ള സ്വർണമായാലും വെള്ളിയായാലും ചെമ്പായാലും എന്ത് ലോഹമായാലും അതിന്റെ കണക്കെടുക്കണം. അതിന് മുന്നോടിയായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ക്ഷേത്രങ്ങളിൽ ആൾക്കാർ നേർച്ചയും കാഴ്ചയുമായിട്ട് കാണിക്ക വെച്ചതെല്ലാം ലിസ്റ്റ് തരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതും കൂടെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റും ആരൊക്കെ ഏതൊക്കെ ക്ഷേത്രത്തിൽ എന്തെല്ലാം കൊടുത്തു, ഇതിൽ എന്തൊക്കെ സ്ട്രോങ് റൂമിലുണ്ട്. ഇത് എല്ലാം വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ സാധനങ്ങളും വരുന്നത് ആറന്മുളയിലുള്ള തിരുവാഭരണ കമ്മീഷണറുടെ കീഴിലുള്ള സ്ട്രോങ് റൂമിലേക്കാണ്. അവിടെ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഏത് കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയി, ഇതിന്റെ കൃത്യമായി കണക്കെടുക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികളുടെയും ഈശ്വര വിശ്വാസികളുടെയാണ്, അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് കോന്തന്മാരുടെ അല്ല ക്ഷേത്രം. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാർ കയറിയിരുന്ന് നിരങ്ങാനുള്ള സ്ഥലമല്ല ക്ഷേത്രം. അപ്പൊ ആ ക്ഷേത്രങ്ങളിൽ ഇന്നലെ പാലക്കാട് നടന്ന ധർമ്മസന്ദേശ യാത്രയിൽ പൂജനീയ ചിദാനന്ദപുരി സ്വാമിജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഹിന്ദു വിശ്വാസികളെ, ക്ഷേത്ര വിശ്വാസികളെ, നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദർശനം നടത്തുക, ഒരു പ്രദക്ഷിണം വയ്ക്കുക, ഒന്ന് നമസ്കരിക്കുക, 10 പൈസ നടക്കിടരുതെന്ന് അദ്ദേഹം ഇന്നലെ വ്യക്തമായിട്ട് പാലക്കാട് അവിടെ കൂടിയ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു. കാര്യം എന്നിട്ടൊരു പ്രാർത്ഥന നടത്തുക, ഈ ഭഗവാനെ അവിടുത്തെ ക്ഷേത്രം ഈ കള്ളന്മാരുടെ കയ്യിൽ നിന്നും യഥാർത്ഥ ഹിന്ദുവിന്റെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണേ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് നമ്മൾ ആവശ്യമുള്ളത്. കാര്യം ആരാണ് ക്ഷേത്രം ഭരിക്കുന്നത്? ക്ഷേത്ര വിശ്വാസികൾ, ഹൈന്ദവ വിശ്വാസികൾ, ഈശ്വര വിശ്വാസികൾ. ഈശ്വര വിശ്വാസികളല്ലാത്ത കള്ളന്മാര് ക്ഷേത്രം ഭരിച്ചാൽ അവർക്ക് എന്താ ക്ഷേത്രത്തോട് താല്പര്യം? അവർക്ക് എങ്ങനെയെല്ലാം മോട്ടിക്കാം? ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിലെ തീവട്ടി കൊള്ളയിലേ നടന്നത്? എത്രമാത്രം സ്വർണവും പണവുമാണ് അവിടുന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത്? അവിടെ ഒരു കാര്യങ്ങളും കൃത്യമായി നടത്തിയിട്ടില്ല. അവിടെ ദേവപ്രശ്നം നടത്തി ഒരു കാര്യം നോക്കാതെയാണ് ഇപ്പം ദേവസ്വം ബോർഡ് തോന്നിവാസമായിട്ടാണ് അവിടെ ഇരുന്ന് നവഗ്രഹ പ്രതിഷ്ഠ പൊളിച്ചു മാറ്റി പുതിയ സ്ഥലത്ത് പണിഞ്ഞിരിക്കുന്നത്. ആരോട് ചോദിച്ചിട്ടാണ്? ദേവനിഹിതമായിട്ടാണോ ചെയ്തിരിക്കുന്നത്? ശ്രീ വിജി തമ്പി, മറ്റൊരു സംഭവം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡിനെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് ഈ FIR എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദേവസ്വം വിജിലൻസിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർ SITയുടെ ഭാഗമാകുകയാണ്. അപ്പോൾ വളരെ കൃത്യമായ ഒരു അന്വേഷണം, സ്വതന്ത്രമായ അന്വേഷണം അവിടെ സാധ്യമാണോ? ഒരിക്കലുമല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം ഇത് കൃത്യമായിട്ടും, അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കീഴിലാണല്ലോ ഈ പോലീസ് വിജിലൻസ് എല്ലാം. കോടതിക്ക് അറിയാൻ പറ്റുമോ ആരാണ് പോലീസ് ഓഫീസർ എന്നും ആരാണ് അന്വേഷണ വിദഗ്ധനും? ലിസ്റ്റ് കൊടുക്കുന്ന ആരാ? വിജിലൻസുകാരാണ് കോടതിക്ക് ലിസ്റ്റ് കൊടുക്കുന്നത്. അതിൽ നിന്നാണ് അദ്ദേഹം ജസ്റ്റിസ് ആളിനെ തെരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുത്ത ആളിനെ ഫുൾ ലിസ്റ്റ് ഒന്നും അദ്ദേഹം കൊടുത്തില്ലല്ലോ. ഒരാളിനെ തെരഞ്ഞെടുത്തു. ഒരു മഹാനായ ഒരു വെങ്കടേഷ് എന്ന് പറഞ്ഞ ഒരു ADGP തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ആരാണ് തീരുമാനിക്കുന്നത്? ഈ പിണറായി സർക്കാരിന്റെ ആൾക്കാരല്ലേ? അപ്പൊ കൃത്യമായിട്ട് അവിടുത്തെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന 2 കാട്ടുകള്ളന്മാരെ അതിനകത്ത് കയറ്റി വെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇതെല്ലാം അട്ടിമറിക്കാനാണ്. പാവപ്പെട്ട 1-2 ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ, പാവപ്പെട്ടത് ഞാൻ പറയുന്നില്ല, അവർക്ക് ഇതിൽ പങ്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരെ മാത്രം കൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ഇതിനകത്തുള്ള വമ്പൻ ടീമുകൾ, ഇതിനു മുമ്പുള്ള പല ശ്രീ വിജി തമ്പി, ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അവരെ കുറിച്ച് നേരത്തെയും ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ കളങ്കിതരായ ഉദ്യോഗസ്ഥരെ ഈ SITയിൽ ഉൾപ്പെടുത്തുക വഴി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ കൃത്യമല്ലേ? കൃത്യമാണ്. അതായത് ഇതിനെ അട്ടിമറിക്കുക എന്നുള്ളത്. അട്ടിമറിച്ച് ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനിലും കൊണ്ട് കൂട്ടിക്കെട്ടി തീർക്കാനാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും ബിനാമിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും ബിനാമിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്രയും വലിയൊരു കള്ളത്തിലൂടെ നടന്നപ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ച് നടക്കില്ല. ഇത് ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ആൾക്കാർ ഇതിനകത്ത് ഉത്തരവാദികളാണ്. ഇപ്പോൾ ഉള്ള ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഈ ദേവസ്വം മന്ത്രി ഇത്രയും പ്രശ്നം നടന്നിട്ട് അദ്ദേഹം എന്താണ് വളരെ നിസ്സാരമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ദേവസ്വം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം
കള്ള് കച്ചവടവും ശബരിമലയും ഒരുപോലെയാണ്. ആ അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. അപ്പൊ അത് മാറണം. കാര്യം ഇവിടുത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ഈ ദേവസ്വം പ്രസിഡന്റ്, ഈ ബോർഡും രാജിവെക്കണം. എന്നിട്ട് വേണം അന്വേഷണം നേരിടാൻ. അല്ലാതെ ഈ പറഞ്ഞ ദേവസ്വത്തിലുണ്ടായിരുന്ന പഴയ 2 വിജിലൻസുകാരെ വെച്ചിട്ട് അന്വേഷിച്ചാൽ ഈ കേസ് അന്വേഷണം എങ്ങും എത്തില്ല. അതുകൊണ്ട് തന്നെയാണ് വിശ്വഹിന്ദു പരിഷത്തിൽ നിന്ന് ഹൈക്കോടതി വഴി മൂവ് ചെയ്തിരിക്കുന്നത്. CBI അന്വേഷണം വേണമെന്നും അതുപോലെ ഓഡിറ്റിംഗ് വേണമെന്നും. നമുക്ക് നോക്കാം എന്താ ഹൈക്കോടതി പറയുന്നതെന്ന്. ശരി, വളരെയധികം നന്ദി ശ്രീ വിജി തമ്പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.